ഒന്നാലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ ഇന്ധനമാക്കി മാറ്റാൻ കഴിഞ്ഞാലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ്. എങ്ങനെ നിങ്ങളുടെ വേദനയെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന വാചകം ഇതൊന്ന് നോക്കിക്കേ. ഇത് വെറുമൊരു വാക്കല്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശക്തിയുള്ളൊരു വലിയ ആശയമാണിത്. നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ, അതെന്തു തന്നെ ആയാലും, അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ തോൽവി എന്ന ഒന്നില്ല. ശരി, അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം വന്നിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ പറയുന്ന ഊർജ്ജരൂപാന്തരം അഥവാ എനർജി ആൽക്കെമി? പേടിക്കണ്ട, നമുക്കിതിന്റെ ഓരോ കാര്യങ്ങളും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ സംഭവം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയൊരു കാര്യം അറിയണം. നമുക്ക് അനുഭവപ്പെടുന്ന സന്തോഷം, സങ്കടം, ദേഷ്യം, സ്നേഹം, ഈ വികാരങ്ങളെല്ലാം സത്യത്തിൽ ഓരോ തരം ഊർജ്ജമാണ്. എല്ലാം വെറും ഇന്ധനം മാത്രം. ഈ ദുഃഖം, വെറുപ്പ്, സന്തോഷം ഇതൊന്നും നല്ലതോ ചീത്തയോ അല്ല. ഇതെല്ലാം ഓരോ തരം ഊർജ്ജം മാത്രമാണ്. ശരിക്കും ഒരു ഗെയിമിലെ പവർ അപ്പ് കിട്ടുന്ന പോലെയാണത്. ആ കിട്ടിയ ഊർജ്ജം എങ്ങോട്ട് തിരിച്ചുവിടണം, എന്ത് നല്ല കാര്യത്തിനായി ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ കൺട്രോളർ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോ എങ്ങനെയാ ഈ ഊർജ്ജത്തെ ഒന്ന് മാറ്റിമറിക്കുക? ആ ഒരു കലയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ കൊടുങ്കാറ്റിനെ ഒരു മഴവില്ലാക്കി മാറ്റാൻ കഴിയുക? നമുക്ക് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മുടെ വേദന, ദുഃഖം, ദേഷ്യം തുടങ്ങിയ നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്ന വികാരങ്ങളെ എടുത്തിട്ട് അതിനെ ഒരു പോസിറ്റീവ് ശക്തിയാക്കി മാറ്റുന്നു. എന്തിനുവേണ്ടി? ഒരു പുതിയ കാര്യം പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ശീലം തുടങ്ങാൻ, അതുമല്ലെങ്കിൽ ജിമ്മിൽ പോയി നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാൻ. ചുരുക്കത്തിൽ നിങ്ങളെ തളർത്തുന്ന ഒന്നിനെ നിങ്ങളെ വളർത്തുന്ന ഒന്നാക്കി മാറ്റുന്ന ഒരു മാന്ത്രിക വിദ്യയാണിത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് തനിയെ സംഭവിക്കില്ല. നമ്മൾ തന്നെ അതിനുവേണ്ടി ശ്രമിക്കണം. ഓക്കേ, ഇനി നമ്മൾ വരാൻ പോകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പിലേക്കാണ്. നമ്മുടെ ചിന്താഗതിയിലെ ഒരു വലിയ മാറ്റം. അതായത്, എല്ലാം എന്റെ തലവിധിയെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരാളിൽ നിന്ന് എന്റെ ജീവിതം ഞാൻ തന്നെ രൂപപ്പെടുത്തും എന്ന് ചിന്തിക്കുന്ന ഒരാളായി എങ്ങനെ മാറാം എന്നതിനെക്കുറിച്ച്. ഇതൊന്നു നോക്കിക്കേ, ഈ രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒന്ന്, എന്റെ ജീവിതം എന്താണിങ്ങനെ എന്ന് ചോദിച്ച് വിഷമിച്ചിരിക്കുന്ന വിക്ടിം മൈൻഡ്സെറ്റ്. മറ്റൊന്ന്, ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് പുതിയതായി എന്ത് പഠിക്കാം എന്ന് ചിന്തിച്ചു മുന്നോട്ടു പോകുന്ന ക്രിയേറ്റർ മൈൻഡ്സെറ്റ്. നമ്മുടെ ചോദ്യങ്ങൾ മാറുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം മാറും. ആ ഒരൊറ്റ മാറ്റത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. വിജയിച്ച ആളുകളുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന പ്രധാന കാര്യം ഇതാണ്: അവർക്ക് വെറുതെ ഇരുന്ന് പഴയ കാര്യങ്ങൾ ഓർത്തു വിഷമിക്കാൻ സമയമില്ല. കാരണം അവർക്കറിയാം ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന്. അവർക്ക് മുന്നോട്ടു പോകണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം, ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടണം. നമുക്കൊരു ഉദാഹരണമെടുത്തു നോക്കാം. സങ്കൽപ്പിക്കുക, നിങ്ങൾ പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടുവെന്ന്. അപ്പോ അവൾ അല്ലെങ്കിൽ അവൻ എന്തിനെന്നോടിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ച് കരഞ്ഞിരിക്കുന്നതിന് പകരം, ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ന് സ്വയം ചോദിച്ചാലോ? അപ്പോൾ ആ വേദന പതിയെ ഒരു പാഠമായി മാറും. ഒരുപക്ഷെ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയോ, അതോ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ആ തകർന്ന ഹൃദയം നിങ്ങളെ കൂടുതൽ അറിവുള്ള, കൂടുതൽ പക്വതയുള്ള ഒരാളാക്കി മാറ്റും. കണ്ടോ, വേദന ജ്ഞാനമായി മാറുന്നത് അങ്ങനെയാണ്. ശരി, നമ്മൾ ഇതുവരെ കുറേ തിയറി സംസാരിച്ചു. ഇനി ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം, അല്ലേ? നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ പരീക്ഷിച്ചു നോക്കാൻ കഴിയുന്ന ചില എളുപ്പ വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ദേഷ്യവും സങ്കടവുമെല്ലാം നമ്മൾ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടക്കി വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആ ഊർജ്ജം എവിടെയെങ്കിലും പോകണമല്ലോ, അല്ലേ? അത് നമ്മുടെ ശരീരത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കും. ചിലപ്പോൾ അത് പിന്നീട് പലതരം അസുഖങ്ങളായോ കടുത്ത മാനസിക സമ്മർദ്ദമായോ ഒക്കെ പുറത്തു വന്നേക്കാം. അതുകൊണ്ട് ഇതിനെ ശരിയായ രീതിയിൽ പുറത്തുവിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ ദിവസവും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. കുളിക്കുമ്പോൾ ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിലെ അഴുക്ക് മാത്രമല്ല, മനസ്സിലെ നെഗറ്റീവ് എനർജിയും കഴുകിക്കളയുന്നു എന്നൊന്ന് സങ്കൽപ്പിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, എന്റെ എല്ലാ ശക്തിയും ഞാൻ തിരികെ വിളിക്കുന്നു, എനിക്കാവശ്യമില്ലാത്ത എല്ലാ ഭാരങ്ങളെയും ഞാൻ ഒഴുക്കിവിടുന്നു. ഇതൊരു ചെറിയ കാര്യമായിട്ടൊക്കെ തോന്നാം, പക്ഷെ ദിവസവും ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റം വലുതായിരിക്കും. ഇതുപോലെ ഊർജ്ജത്തെ പുറത്തുവിടാൻ ഒരുപാട് വഴികളുണ്ട്. ചിലർക്കത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതാകാം. മറ്റു ചിലർക്ക് ഒരു കവിത എഴുതുന്നതോ അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്നതോ ആകാം. പ്രധാന കാര്യം ഇതാണ്: ആ ഊർജ്ജത്തെ ഉള്ളിൽ കെട്ടി നിർത്തരുത്.
അതിനെ ക്രിയാത്മകമായ എന്തിലെങ്കിലും ഉപയോഗിക്കുക. ഇടയ്ക്ക് സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം, ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഈ കാര്യം എന്നെ സഹായിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ ചിന്തയെ ഒരു മേഘം പോലെ അങ്ങ് പറന്നുപോകാൻ അനുവദിക്കുക. ഇനിയിതാ മറ്റൊരു ശക്തമായ വഴി. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു പറഞ്ഞാലും, അത് നല്ലതായാലും ചീത്തയായാലും, അതൊരു തരം ഊർജമാണ് നമ്മളിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോ ആ വരുന്ന ഊർജമെല്ലാം എനിക്ക് നല്ലതിനു വേണ്ടിയുള്ളതായി മാറട്ടെ എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഒരു തരം എനർജി ഫിൽറ്റർ പോലെയാണിത്. പുറത്തുനിന്ന് എന്തു വന്നാലും അത് നിങ്ങളെ കൂടുതൽ ശക്തനും സമ്പന്നനും ആരോഗ്യമുള്ളവനുമാക്കി മാറ്റും എന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇങ്ങനെയൊരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ ഒരു സത്ത, അതിൻ്റെ മുഴുവൻ ശക്തിയും ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് കിട്ടിയതെല്ലാം ഇതിലും നല്ലൊരു ജീവിതമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ നഷ്ടവും യഥാർത്ഥത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണെന്ന് തിരിച്ചറിവ്. അതുകൊണ്ട് അടുത്ത തവണ ജീവിതത്തിൽ ഒരു വാതിൽ നിങ്ങളുടെ മുന്നിൽ അടയുമ്പോൾ വിഷമിക്കരുത്. ഓർക്കുക, അത് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന ഒരു പക്ഷേ ഇതിലും മനോഹരമായ മറ്റൊരു വാതിലിനു വേണ്ടിയുള്ള ഒരു സൂചന മാത്രമാണ്. ഈയൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ജയവും തോൽവിയുമില്ല, പാഠങ്ങളും അവസരങ്ങളും മാത്രമേയുള്ളൂ. അപ്പോ അവസാനം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഓരോ വേദനയും വെറും ഒരു വേദനയല്ല, അതൊരു സമ്മാനമാണ്, ഒരു വലിയ ഊർജത്തിന്റെ സമ്മാനം. ആ ഊർജം കൊണ്ട് നിങ്ങൾ എന്താ അത്ഭുതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്?